ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് ഇത്തിരി നേരം വൈകിട്ടൊക്കെ ഇഡ്ഡലി അരച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അങ്ങനെ പൊന്താറില്ല കേട്ടോ. പക്ഷേ ഇന്ന് നല്ല സൂപ്പറായിട്ട് പൊന്തിയിട്ടുണ്ട്. ആ ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ കൂട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ. ഇതപ്പോൾ എൻ്റെ ടിപ്സ് അല്ല കേട്ടോ, കൂട്ടുകാരുടെ ടിപ്സ് തന്നെയാണ്. എന്നുവെച്ചാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു മഴക്കാലത്താകുമ്പോൾ എനിക്ക് അധികം അങ്ങനെ പൊന്തി കിട്ടില്ല, അത്രയ്ക്ക് അങ്ങനെ നല്ല ഇഡ്ഡലി ആവാറില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായതാണ്. സിമി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കറിൽ ഇറക്കി വെച്ചാൽ മതിയെന്ന്. പക്ഷേ എനിക്ക് കുക്കറിൽ പോരാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും 2 ദിവസത്തേക്ക് അരയ്ക്കും. പിന്നെ ഇവരെല്ലാം ഒരു 2 നേരം ഇഡ്ഡലി ആയിരിക്കും കഴിക്കുക, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൂടുതൽ ഉണ്ടാക്കണം, ചോറ് അധികം വയ്ക്കേണ്ടി വരില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി കൂടുതൽ വേണം. പിന്നെ ആരോ കമൻറ്റ് ഇട്ട ആളുടെ പേര് ഓർക്കണില്ല കേട്ടോ, സോറി. അപ്പോൾ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തിന് നേരം വീട്ടിനെ അരച്ച നല്ല മഴയുള്ള ദിവസമായിരുന്നു, നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഡ്ഡലി പൊന്തി വരാനുള്ള ചാൻസ് കുറവാണ്. കുറേശ്ശൊക്കെ പൊന്തി വരും, എന്നാലും ഇത്രയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇത്ര നല്ല ഇഡ്ഡലി ആവാറില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ 3 നാഴി പച്ചരിയും 1 നാഴി നമ്മുടെ ചോറ് വയ്ക്കണ അരി ഉണ്ടല്ലോ, അത് മട്ടരിയല്ല, ചോറ് വയ്ക്കണ സാധാരണ അരി, കുറുകരി എന്നൊക്കെ പറയില്ലേ, അത് ചെറുമണി അരിയാണ് കേട്ടോ. അവിടെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കുക. അപ്പോൾ അത് 1 നാഴി, 3 നാഴി സാധാ പച്ചരിയും 1.5 നാഴി ഉഴുന്നും, അങ്ങനെയാണ് ഞാൻ വെള്ളത്തിലിട്ട് അരയ്ക്കുക കേട്ടോ. പുഴുക്കലരി ഇടുമ്പോൾ എപ്പോഴും രാവിലെ ഇട്ടിട്ട് വൈകുന്നേരമോ അല്ലെങ്കിൽ വൈകുന്നേരം ഇട്ട് രാവിലെ അത്രയും കൂടുതൽ സമയം കുതിർത്തണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ അപ്പോൾ അടിപൊളി ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. ഇതാ ഞാൻ ഇന്ന് ഇത്തിരി നേരമായിട്ട് തന്നെയാണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ എന്നും വീഡിയോസ് കൂടുതൽ എഡിറ്റ് ചെയ്യാനുള്ള കാരണം കൊണ്ട് തന്നെ നേരം വൈകി കിടക്കുകയാണ്. അപ്പോൾ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുന്ന ദിവസം എനിക്ക് തീരെ പറ്റണില്ല, എപ്പോഴും ഉറക്കം വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു 5:30, 5:45 ആയിട്ടാണ് ഇപ്പോൾ എഴുന്നേൽക്കണുള്ള രാവിലെ. ഞാൻ എഴുന്നേൽക്കണം ഇത്തിരി മുന്നേ ചേട്ടൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് അത് ഇറക്കി വയ്ക്കും കേട്ടോ. ആ ഒരു പണി ഇപ്പോൾ ചേട്ടനാക്കി, അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും. അത് കാരണം കൊണ്ടാണ് എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോകൾ കൂടുതലുണ്ടാകുമ്പോൾ എഡിറ്റിംഗ് കൂടുതലുണ്ടാവും. എൻ്റെ എഡിറ്റിംഗ് പുരാണം കേട്ടിട്ട് കൂട്ടുകാർക്ക് ദേഷ്യം വരുന്നുണ്ടാവും അല്ലേ, അത് വിട്ട് കളയാം. നമുക്കപ്പോൾ സാമ്പാറിനുള്ള പരിപ്പും മത്തങ്ങയും അടുപ്പത്ത് വെച്ചു. ഈ ഒരു കാര്യങ്ങൾ പറയണതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ മുറ്റത്ത് നിൽക്കണ പയറും പിന്നെ മുനിങ്ങയ്ക്ക, വഴുതനങ്ങ, പച്ചമുളക്, വെണ്ടക്കായ, തക്കാളി, വെള്ളരിക്ക, ഇത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ സാമ്പാറിന് കഷ്ണങ്ങളുണ്ടായിരുന്നത് കേട്ടോ. ഒരു ദിവസം കൂടി വെക്കാനുള്ള പച്ചക്കറി ഉണ്ട്, നമ്മൾ അന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതിൽ. അതേപോലെ മല്ലിയിലും ഇന്നത്തേക്കുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പച്ചക്കറി വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു 150, 170 രൂപയ്ക്കൊക്കെ പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 1-1.5 ആഴ്ച ഓടാനുള്ള പച്ചക്കറി എനിക്ക് കിട്ടുന്നുണ്ട്. നല്ല മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അത് നമ്മൾ സാധാ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്രയ്ക്ക് കിട്ടില്ല. ചേട്ടപ്പോൾ അവിടെയാണ് ജോലിക്ക് പോണത്, ആ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് മാർക്കറ്റിൽ പോയി വാങ്ങിക്കുക എളുപ്പമാണ്. അപ്പോൾ ഒരു 150 രൂപ കൊടുത്ത് ഇഷ്ടം പോലെ പച്ചക്കറി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. അല്ലെങ്കിൽ എന്നും പയറും മുതിരയും കടലിലേക്കാണ് സപ്ലൈക്കോയിൽ ഞാൻ എന്തായാലും പോവും. എന്താ വെച്ചാൽ ഇങ്ങനെ തീരെ ഇല്ലാണ്ട് ആവണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇപ്പം എന്തായാലും ചേട്ടൻ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, അതിലൊരു സന്തോഷം. അപ്പോൾ അതാ വെള്ളരിക്ക പകുതിയോളം ഇട്ടു കേട്ടോ. ഞാൻ അതിലേക്ക് സാമ്പാറിൽ വെള്ളരിക്ക ഇടുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. വെള്ളരിക്ക ആയാലും കുമ്പളങ്ങ ആയാലും മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ ഇടണം, എന്നാലാണ് നല്ല ടേസ്റ്റ്. കായും ചേനയൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. സാമ്പാർ ഇടുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അങ്ങനെ പല വർണ്ണങ്ങളുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട്, ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മുടെ സാമ്പാർ തയ്യാറാക്കി. അപ്പോൾ സാമ്പാർ മുളക് മസ്റ്റാണ് കേട്ടോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ എല്ലാതും കൂടി ഇട്ടിട്ട് പിന്നെ സാമ്പാർ പൊടിയും പുളി പിഴിഞ്ഞൊഴിച്ചും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് ഒറ്റ വിസിലടിക്കുക, അപ്പം തന്നെ തുറക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുപ്പത്തേക്ക് കൊണ്ടുപോയിക്കാണ്. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പികളൊന്നും കാണിച്ചിട്ടില്ല. പരമാവധി ഞാൻ കാണിക്കാത്തൊരു റെസിപ്പി കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് പക്ഷേ സാധിച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ വെളിച്ചെണ്ണ തലേദിവസം വാങ്ങിക്കാൻ മറന്നു. 1-2 ദിവസമായി ചേട്ടനോട് പറയുന്നത് വെളിച്ചെണ്ണ കഴിയാറായിന്ന്. ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. സാധാരണ വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ വയ്ക്കും, പിന്നെ ഞാൻ കഴിയുമ്പോഴത്തെ പൊട്ടിച്ചു വയ്ക്കലാണ് പതിവ്. ഇപ്രാവശ്യം പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ടില്ലേ, കണ്ട എന്തൊരു നല്ല ഇഡ്ഡലിയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയുള്ളൂ. അപ്പോൾ സാമ്പാറാകുമ്പോൾ അതിലേക്ക് കടുക് വറുത്തിട്ട് അത്ര വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ലല്ലോ, അത് കാരണം അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേറെ ഉപ്പേരി അങ്ങനെയൊന്നും വെച്ചില്ല. എന്നാലും കൊണ്ടാട്ടം വറുത്തു കൂട്ടാ, സാമ്പാർ തന്നെ പറ്റില്ലല്ലോ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അത് കഴിഞ്ഞത് അതിനിടയ്ക്ക് കട്ടൻ ചായ കുടിക്കാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ ഡ്രസ്സ് മാറാൻ പോയിട്ടില്ല, ടീഷർട്ട് തന്നെയാണ് ഇട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ എന്നെ കാണിക്കാത്തത്. വേഗം വേഗം സാമ്പാറായാല എനിക്കൊരു സമാധാനമുള്ളൂ. ശ്രീകുട്ടൻ വരുമ്പോഴേക്കും അത് ആവണ്ടേ എന്നുള്ളൊരു ലെവലാണ് കേട്ടോ, അത് കാരണമാണ്. അപ്പോൾ അതിനിടയ്ക്ക് കട്ടൻ ചായ എടുത്ത് വയ്ക്കും. പിന്നെ ഇതാ പരിപ്പും മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലാണ് നമുക്ക് സാമ്പാർ നല്ല കുറുതായിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ്
ചായ കുടിയും അത് ഉടച്ചെടുക്കലൊക്കെ കഴിയണ നേരം കൊണ്ട് തന്നെ നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാമ്പാറിൻ്റെ പരിപാടി ഏറെക്കുറെയായി. അപ്പോൾ ആ പരിപ്പ് വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തുങ്ങാണ്ട് കുറച്ച് വെള്ളം കൂടി ചുറ്റിച്ച് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ ആ പരിപ്പൊക്കെ വെന്ത് അതിലേക്ക് എന്ത് പോകണ്ടല്ലോ. കുക്കർ നിറയെ സാമ്പാർ വെച്ചു കേട്ടോ. പിറ്റേ ദിവസത്തേക്കും കുറച്ചുണ്ടായിരുന്നു. നിറയെ അങ്ങോട്ട് മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി മല്ലിയില പിശുക്കി എടുത്ത് വെച്ചാലേ ഉപയോഗിക്കാൻ പറ്റില്ല. അത്യാവശ്യമായിട്ടുണ്ട്. രണ്ടാഴ്ച വരെ അടുത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഇനി എടുത്ത് വെച്ചാൽ പറ്റില്ല എന്ന് തോന്നി. അത് കാരണം കൊണ്ടാണ് കേട്ടോ. അതിലേക്ക് ഇതാ കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞ് സാമ്പാർ തിളയ്ക്കണുള്ളൂ കേട്ടോ. സാമ്പാർ അതിന് മുന്നേ തന്നെ ഞാൻ വറുത്തിട്ടു. എന്നുവെച്ചാൽ ആരെങ്കിലും അല്ല, ശ്രീകുട്ടൻ തന്നെയാണ് ഫസ്റ്റ് വരിക. അപ്പോൾ അവന് വരുമ്പോഴേക്കും ആവണ്ടേന്ന് ചോദിച്ചിട്ട്. പക്ഷേ ആദ്യം വന്ന് കഴിച്ച ആൾ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ അത് ആ തെളിയൊക്കെ ഊറ്റിയെടുക്കുക. അപ്പം ഞാൻ ചീത്ത പറയാണ് കേട്ടോ, മല്ലിയില മാത്രം കോരിയെടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും എന്താ ശ്രീകുട്ടൻ വന്നു. അപ്പോൾ ബനിയനൊക്കെ എന്തോ പോലെ എടുക്കുക. ഞാൻ ശരിക്കിട്ടപ്പോൾ അവൻ വീണ്ടും ബാക്കിലേക്ക് തന്നെ വലിച്ചു പറഞ്ഞിടല്ലോ കേട്ടോ. അങ്ങനത്തെ സാമ്പാർ അവൻ ഇങ്ങനെ കോരി വയ്ക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ശ്രീകുട്ടന് സാമ്പാർ, ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് കേട്ടോ. സാമ്പാറിനോട് ഇത്തിരി ഇഷ്ടം കൂടുതൽ. ഇവിടെ സാമ്പാർ ചിലവാകും അത്ര കുഴപ്പമില്ല കേട്ടോ. ചിലയിടത്തൊക്കെ പറയണേക്കാം സാമ്പാർ വെക്കണമെന്ന് ഇഷ്ടമില്ലയെന്ന്. പക്ഷേ ഇവിടെ അത്ര കുഴപ്പമില്ല. അത് കാരണം ആഴ്ചയിൽ 2 ദിവസം എന്തായാലും സാമ്പാർ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇഡലി ഞാൻ ഉണ്ടാക്കിയത് മതിയാക്കിയതായിരുന്നു. പക്ഷേ പിന്നെയും എല്ലാവർക്കും ഉച്ചയ്ക്ക് ഇഡലി തന്നെ മതി, ചോറ് വേണ്ടെന്ന് പറഞ്ഞു. ശ്രീകുട്ടൻ സാധാരണ ചോറ് കൊണ്ടുപോകാറ് പതിവ്. പക്ഷെ അവൻ ഇന്ന് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞാൽ ആകെ ഞാൻ മാത്രമാണ് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടത് കേട്ടോ. ബാക്കി എല്ലാവരൊക്കെ 2 നേരം ഇഡ്ഡലി തന്നെയാണ് കഴിച്ചത്. ഇഡ്ഡലി അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ അതാ ചേട്ടൻ്റെ അവിടെ നിന്ന് സാമ്പാറൊക്കെ കൈയൊക്കെ നക്കലായിരുന്നു കേട്ടോ. ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നിട്ട്. അപ്പം ഞാൻ വന്ന് പറയാണ്, അത് ക്യാമറ ഓണാണെന്ന് പറഞ്ഞപ്പോഴാണ് വേഗം മര്യാദയായിട്ട് പാത്രം കഴുകി പോയത്. പിന്നെ അതാൾ ഭക്ഷണം കഴിച്ച് ചായയൊക്കെ കുടിച്ച് റെഡി ആവുകയാണ് കേട്ടോ. 7 മണി 7:15 ആകുമ്പോൾ പോണ ആൾ 6:30 ആകുമ്പോഴേക്കും യാത്രയാവലൊക്കെ തുടങ്ങും. അങ്ങനെ നമ്മുടെ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, സാമ്പാർ തന്നെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടാട്ടം വറക്കാൻ നിന്നത്. കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഒരു കൊണ്ടാട്ടം ഉണ്ടായാൽ നമുക്ക് അത്യാവശ്യം ഒന്ന് ചോറുണ്ണാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഞാൻ മുട്ട പൊരിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഇവർ ഓരോരുത്തർക്കും ഇഡ്ഡലി മതി എന്ന് പറഞ്ഞോടുകൂടിയാണ് ഞാൻ ആ ഒരു പരിപാടി കൊണ്ടാട്ടത്തുമ്മയ്ക്ക് ആക്കിയത് കേട്ടോ. കൊണ്ടാട്ടം പക്ഷേ ആദ്യത്തെ കൊണ്ടാട്ടത്തിൻ്റെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കൊണ്ടാട്ടം കഴിക്കുന്ന ആളാണ്. എല്ലാത്തിനും സൈഡ് വേണം അവന്. എല്ലാ കാര്യങ്ങൾക്കും സൈഡ് വേണ്ട ആളാണ്. എന്താ പറയുക, ഏത് കറിയായാലും അവന് 2 തരം കറിയോ അല്ലെങ്കിൽ ഒരു തൊടുകറിയോ ഒക്കെ വേണം കേട്ടോ. അപ്പോൾ പിന്നെ ഇഡ്ഡലിയുടെ കൂടെ 2 വറ്റൽമുളകും കൂടിയും കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ തുണികളൊക്കെ മേശപ്പുറത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഉണങ്ങാത്ത തുണികൾ എപ്പോഴും മേശപ്പുറത്ത് കൊണ്ടുവിടും. അപ്പോൾ അത് രാവിലെ ആകുമ്പോൾ ഉണങ്ങിയതെടുത്ത് മാറ്റും. അപ്പോൾ ചേട്ടൻ്റെ പാൻറ്റ് ഉണങ്ങിയിട്ടൊന്നുമില്ല, അത് ആ കോണിമിക്ക് ഇട്ടു. ഇനി മുകളിലേക്ക് പോകാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് അതവിടെ കോണിമിട്ടു. ബാക്കിയുള്ളതൊക്കെ ഹാങ്കറേമയും എൻ്റെ സാരി അൽമാരിലൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക. ഇനിയിപ്പോൾ അത്ര വലിയ പണികളില്ല. എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ പണികളുണ്ട് കേട്ടോ, ഇല്ലായൊന്നുമില്ല. പക്ഷേ ഈ നേരം വരെ പടിഞ്ഞതല്ലേ, ഒരു 5 മിനിറ്റ് അവിടെ ഒന്ന് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞ് പോവാറായി, ഇഡ്ഡലി ആക്കിക്കോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞു 2 മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു 4 വയ്ക്കാം, ഉച്ചയ്ക്ക് വിശക്കില്ലേ, രാവിലെ തുടങ്ങിയിരിക്കുന്നതല്ലേ. 5 ചോദിച്ചപ്പോൾ അന്ന് 5 ഇടുന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത്ര വലിയ ഇഡ്ഡലി അല്ലല്ലോ, എന്നാൽ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 5 ഇട്ടിട്ടുണ്ട്. 5 വേണ്ടി വരും, ഉച്ചക്കലത്തെ ഫുഡല്ലേ. രാവിലെ ആകുമ്പോൾ ചേട്ടാ ആകെ 2 കഴിക്കുള്ളൂ, അങ്ങനെ കൂടുതൽ കഴിക്കില്ല കേട്ടോ. അങ്ങനെ ചേട്ടനുള്ള സാമ്പാറും അതേപോലെ ഇഡ്ഡലിയും. പക്ഷേ സൈഡായിട്ട് ഇതാ നമ്മുടെ ഇന്നലത്തെ മീൻ വറ്റിച്ചതുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നലത്തെ മീൻ വറ്റിച്ചത്. അതും ഒരു കഷ്ണവും ഇടാൻ പറഞ്ഞു, ഗ്രേവിയും കൂടി ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അതും കൂടി ഇട്ട് വെച്ചു കേട്ടോ. മീൻകറി തലേ ദിവസത്തെ ഉണ്ടെങ്കിൽ ചേട്ടൻ എന്തായാലും കൊണ്ടുപോകും. അത്ര ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ വറ്റിച്ചത് കേട്ടോ, മുളക് വെച്ച് വറ്റിച്ചതാണ് കൂടുതൽ ഇഷ്ടം തലേ ദിവസത്തെ. പിറ്റേ ദിവസത്തെ നാളികേരം അരച്ചതാകുമ്പോൾ പിന്നെ അത്ര ഇതില്ലല്ലോ. അങ്ങനെ ചേട്ടൻ്റെ ചോറൊക്കെ ആക്കി ചേട്ടൻ കൊണ്ടുപോയി. പിന്നെ അത് ആദ്യത്തിന് പോകണ നേരമുള്ള. അപ്പോൾ ആദ്യത്തിനോട് ഞാനൊരു ഹൈ പറയാൻ പറഞ്ഞപ്പോൾ ഹൈ പറയുന്നത് കേട്ടോ. ആദ്യത്തെ അത് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു. അത് അകത്തേക്കൊന്നും പോയില്ല, അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോഴാണല്ലോ ചോറും വെള്ളം എന്താ പറയണേ, ചായയും വെള്ളമൊക്കെ എടുക്കാനുള്ള എളുപ്പത്തിന്. അത് കഴിഞ്ഞ് ഞാൻ ചോറ് ഊറ്റി. അപ്പോൾ ചോറ് മുഴുവൻ പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് 4 മണിക്കുള്ള ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കി വയ്ക്കാൻ നിന്നില്ല കേട്ടോ. 3 നേരം ഇഡ്ഡലി കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചോറ് ഊറ്റി വെച്ചോളാം. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര സ്പീഡാവുന്നുണ്ട് അല്ലേ ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ചോറ് അധികമാവില്ലേ. കണ്ടു മഴ പെയ്യണോ, ഇനി
കഴിച്ചോ വേഗം കഴിച്ചോ. വേഗം കഴിച്ചെല്ലാവരും. അപ്പോൾ പൂച്ചക്കുട്ടന്മാർക്ക് അവിടെ പാത്രത്തിൽ 2 പാത്രത്തിലായിട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരത് ഞാൻ ചവിട്ടുമ്പോൾ വെച്ച് കൊടുക്കും. ഇന്ന് ഞാൻ മഴ പെയ്യണുള്ളൂ. അപ്പോൾ അവർ കഴിച്ച് കഴിയും. അത് കാരണം കൊണ്ടാണ് അമ്മപ്പൂച്ച 2 കുഞ്ഞു പൂച്ചകളെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അകത്തേക്ക് കയറ്റാണ്ടിരിക്കുക. നിറയെ പൂച്ചകളായാലും ഒരു സുഖമില്ലല്ലോ. അത് കാരണം ഇപ്പോൾ ഒരു 10-15 കാക്കത അവിടെ കാത്തിരിക്കണേ. നമ്മുടെ പൂച്ചക്കുട്ടന്മാർ നീങ്ങണത് നോക്കിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരാൾ കാക്കേനെ എണ്ണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. എണ്ണാൻ വന്നപ്പോൾ അവരങ്ങോട്ട് നീങ്ങിപ്പോയി. ആദ്യം ഒരു കാക്ക വരും, എന്നിട്ട് 2 വിളി വിളിക്കുമ്പോൾ കുറേ കാക്കകൾ ഇങ്ങോട്ട് പറഞ്ഞു. അവിടെ ഒരു മരമുണ്ട്, അതും ഇരുന്നോളും എല്ലാവരും. അങ്ങനെ അവരെ കളിയൊക്കെ നോക്കി കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ ദേ പാത്രങ്ങൾ കഴുകി. ഇന്ന് വല്ലാണ്ട് മറ്റുള്ള പണികളൊന്നും എടുക്കാനായിട്ട് പോയില്ല കേട്ടോ. പാത്രങ്ങൾ കഴുകലും ആ അടുക്കള ഒന്ന് തുടച്ച് അടുക്കള തന്നെ ഒന്ന് അടിഭാഗം അടിച്ച് വാരിയിട്ട് തുടച്ചു കൊടുത്തു കേട്ടോ. അത്രയും ജോലികളെ ചെയ്തുള്ള വേറെ അലക്കാനും അതിന് തലേദിവസം ഇഷ്ടം പോലെ അലക്കിയിട്ടുണ്ട്. അത് കാരണം ഇന്ന് രാവിലെ അധികം ഒന്നും അലക്കാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ തലേദിവസം നല്ല ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതല്ലേ. സൺഡേ കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ എല്ലാ ക്ലീനിങ്ങും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് കാരണം കൊണ്ട് പിന്നെ അത്ര അങ്ങോട്ട് കുഴപ്പമുണ്ടായില്ല. പിന്നെ അതാ നമ്മുടെ ചെടിത്തോട്ടം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ നമ്മുടെ ചെടിത്തോട്ടം. ഇതാ വെള്ള മുസാണ്ടൊക്കെ നല്ല വലുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ തുളസിക്കാട് പോലെയായി. ഇനി കുറച്ചും കൂടി വെട്ടിക്കളയണം. റോസപ്പൂവൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ അതാ നമ്മുടെ ഈ കാശിത്തുമ്പ കാശിത്തുമ്പില്ലേ, അതും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഈ പൂവൊക്കെ ഞാൻ കാണാണ്ട് റോട്ടിൽ നിന്നൊക്കെ കുറേ പറിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. അന്നൊന്നും നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ. ഇപ്പം തന്നെ മുളച്ച് പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ചേമ്പും പിന്നെ അതാ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയെല്ലാം നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തൈകൾ മറ്റേ തൈ ഇങ്ങനെ ഉണങ്ങിയ പോലെയായി. പിന്നെ അത് മുറിച്ച് കളഞ്ഞപ്പോൾ കുറച്ച് കളഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കുറേ മുളച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ടട്ടിലിന് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതാ ഇതിങ്ങനെ കുറേശ്ശെ വെട്ടി ചെറിയ ചട്ടിയിൽ താഴ്ത്തി വയ്ക്കും. നന്നായിട്ടാവുമ്പോൾ ഇതേപോലെ കൊളത്തിയിടും കേട്ടോ. ഇതേപോലെ നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ ഇതാ മുസാണ്ട റോട്ടിൽ നിന്നും കൂടി ഒന്ന് ഞാൻ എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കില്ലല്ലോ, കമൻറ്റ് എഴുതാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.